റെയിൽവേ ട്രാക്കിലേക്ക് വീണ സ്വന്തം കുഞ്ഞിനെ ജീവൻ പണയം വെച്ച് രക്ഷപ്പെടുത്തിയ ഒരു അച്ഛനാണ്. ട്രെയിൻ കടന്നു പോകുന്നതിനിടെ ഈ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച അച്ഛൻ ഇങ്ങനെ പാളത്തിനോട് ചേർന്ന് കിടക്കുകയാണ്. നമ്മളെയൊക്കെ നല്ല രീതിയിൽ പേടിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ്. ബംഗ്ലാദേശിലാണ് ഈ സംഭവം നടക്കുന്നത്. ഏകദേശം 1.5 മണിക്കൂർ വൈകിയാണ് ആ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയത്. ട്രെയിനിൽ നിന്ന് അദ്ദേഹത്തിന് കുഞ്ഞിനെ പിടിച്ച് ഇറങ്ങുവാണ്. ട്രെയിൻ മൂവിങ് ആയതിനു ശേഷമാണ് ഇറങ്ങിയത്. അപ്പോൾ ആ ഇറങ്ങിയ വഴിക്ക് കുട്ടി അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പ്ലാറ്റ്ഫോമിനും ട്രെയിനിനും ഇടയ്ക്കുള്ള ആ സ്ഥലത്തോടെ താഴോട്ട് വീഴുകയായിരുന്നു. വീണതിന് ശേഷം ആ അച്ഛൻ മുന്നോട്ടോ പിന്നോട്ടോ ഒന്നും ചിന്തിക്കുന്നില്ല. തൻ്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. ട്രെയിൻ മൂവിങ് ആണെന്നോ തനിക്കും എന്തെങ്കിലും അപകടം സംഭവിക്കുന്നോ അല്ലെങ്കിൽ കുഞ്ഞിനെ അങ്ങനെ ഇട്ടേക്കാനോ ഒന്നും അദ്ദേഹത്തിന് തോന്നിയില്ല. അദ്ദേഹം അപ്പോൾ തന്നെ ചാടി ഇറങ്ങി കുട്ടിയെ മാറോട് ചേർത്ത് നമ്മൾ ഈ വിഷ്വൽ കാണുന്നത് പോലെ മാറോട് ചേർത്ത് താഴ്ത്തി ഇങ്ങനെ കിടത്തിയിരിക്കുകയാണ്. പലതവണ കുഞ്ഞ് പൊങ്ങി വരാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം അതൊരു പിഞ്ചു കുഞ്ഞാണ്, ചെറുതാണ്, അതിനിത് അറിയില്ല. അപ്പം പൊങ്ങി വരാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം ആ കുഞ്ഞിനെ താഴോട്ട് തന്നെ പിടിച്ച് കിടത്തുന്നുണ്ട്. അതിനുശേഷം ട്രെയിൻ പോയതിനു ശേഷം അവിടെ നിന്ന് പ്ലാറ്റ്ഫോമിൽ പോലീസും അവിടെ നിന്ന് ആൾക്കാരും ഒക്കെ പെട്ടെന്ന് തന്നെ വന്ന് അവർ രണ്ടുപേരെ എണീപ്പിക്കുന്നുണ്ട്. ഒരുപാട് വലിയ പരിക്കുകളൊന്നുമില്ല, നിസ്സാരമായ ചെറിയ പരിക്കുകളെ 2 പേർക്കും ഉള്ളൂ. പക്ഷെ എന്തെന്നൊക്കെ പറഞ്ഞാലും ട്രെയിൻ മൂവ് ചെയ്യുന്ന സമയം നമ്മൾ ഇതുപോലെ ചാടി ഇറങ്ങുമ്പോൾ, പ്രത്യേകിച്ച് കുട്ടികളുമായിട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒരുപാട് ശ്രദ്ധിക്കണം. ആ ഒരു സ്റ്റേഷനിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി തിരിച്ചു വരാവുന്നതേ ഉള്ളൂ. ഭയങ്കര അപകടകരമായ ഒരു യാത്രയാണിത്. ഇതുപോലുള്ള സാഹസികത ആരും കാണിക്കാതിരിക്കുക. ട്രെയിൻ നിർത്തിയതിനു ശേഷം മാത്രം ട്രെയിനിൽ നിന്ന് ഇറങ്ങുകയും കയറുകയും ചെയ്യുക. ഐസിന്റെ ബലം എന്നൊക്കെ അല്ലേ നമ്മൾ സാധാരണഗതിയിൽ പറയുന്നത് പോലെ ആ കുഞ്ഞിൻ്റെയും അച്ഛൻ്റെയും ഐസിൻ്റെ ബലം തന്നെയാണ്. എന്തായാലും അങ്ങനെ ഒരു ഘട്ടത്തിൽ സ്വന്തം മക്കളായാൽ ഏത് അച്ഛനും അമ്മയാണെങ്കിലും പിന്നെ മറ്റൊന്നും ചിന്തിക്കില്ല, അവർ അതിനുവേണ്ടി ഇറങ്ങിത്തിരിക്കും. അതാണ്